ഗൈസ്, ഇന്നലെ വൈകിട്ട് ഒരു മെസ്സേജ് വന്നതാ, നമുക്ക് നാളെ ട്രിപ്പ് പോയാലോന്ന്. ഇതാണ് ട്രിപ്പിൻ്റെ മെയിൻ പ്ലാനർ. നമ്മളിപ്പോൾ ആതിരപ്പള്ളിക്കുള്ള റോഡിലേക്ക് ഇറങ്ങി. നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ ഒരു പുഴ ഇതുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇപ്പോൾ നമുക്ക് അടുപ്പിച്ച് നല്ലോണം മഴയൊക്കെ കിട്ടിയായിരുന്നല്ലോ. വെള്ളച്ചാട്ടത്തിൽ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് പിള്ളേരുടെ സെക്ഷനിൻ്റെ ഒരു ബബിളും കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇത് അവിടെ കണ്ടാൽ നമുക്കൊരു കൗതുകം വികാരം. നമുക്ക് അങ്ങോട്ട് നടക്കാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എത്ര രൂപയാടാ? 150 3 പേർക്ക്. 50 രൂപ ചാർജസ്. നല്ല രീതിയിൽ തിരക്കുണ്ട്. ചേച്ചിയെടുത്ത് പറയും, നീ വരില്ലേ? 3 പേരാ? രസമാണ്. കാരണം നോക്കിത്തന്നെയാണ് മരങ്ങളുടെ കൂടെ ചെറിയൊരു വഴിയായിട്ടാണ്. പിന്നെ അവനവൻ്റെ ബാഗും ഫോണും സാധനങ്ങളും സൂക്ഷിക്കാൻ നല്ലതാണ്. കാരണം ഇഷ്ടം പോലെ. അതെ, രണ്ടെണ്ണം. ഒരെണ്ണം ഫോണും പിടിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ എത്തി. പക്ഷെ അതിരപ്പള്ളി വെള്ളം ഫുള്ള് ഒരുമാതിരി കൊണസായിരിക്കും. അയ്യോ, ഇത് താഴെ, ഇത് മേളിലാണ്, താഴെയല്ല. താഴത്തെ അതുവഴി പോണം. പക്ഷെ ഇവിടെ വെള്ളം കലങ്ങിയിട്ടുണ്ട്, അത്ര ക്ലിയർ അല്ല. ഒടിഞ്ഞ വെയിലിന്റെ ഇടയിൽ നമ്മുടെ വ്ളോഗർ മാളവിക കരിവാളിച്ചു. മാളവിക, ഹൗസ് യുവർ എക്സ്പീരിയൻസ്? എന്നെ വിഷമിപ്പിക്കരുത്. ഇല്ല, വിഷമിപ്പിക്കൂല. ഒടിഞ്ഞ വെയില സത്യം പറഞ്ഞ. നമുക്ക് താഴേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് കാണാം ഇതിന്റെ ചടങ്ങ്. സംഭവം വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ പോകുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഇവിടുത്തെ വേറെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് താഴേന്ന് വരുന്നവരുടെ മുഖത്തേക്കൊന്നും നോക്കരുത്. പൊക്ക നെഗറ്റീവാ. അത് തന്നെ പടറങ്ങി അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല. തിരിച്ച് കയറണം. അമ്മച്ചി അവന്റെ ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങി. ഉപ്പിലുള്ള തണുപ്പുകൊണ്ട് തല കയറി പിടിക്കുന്നുണ്ട്. മേളിൽ നിന്ന് താഴെ വരാനുള്ള എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ എക്സ്പീരിയൻസ്? ഇതിപ്പോ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിച്ചേർന്നു. സത്യം പറഞ്ഞ കണകൂണ 2 വട്ടം പറഞ്ഞപ്പോഴത്തേക്ക് താഴെ എത്തി. യവനാണ് ആദ്യത്തെ കക്ഷി ഇവിടത്തെ. ഒറ്റടി കയറുവാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അവൻ ഒറ്റടിക്ക് കയറി പോകുന്നത് എങ്ങനെയാണ്. വെള്ളം അല്ലെങ്കിൽ ഞാനും കുടിക്കാറില്ല. അവർക്ക് വേണ്ടി വാങ്ങിച്ചത്. ഞാനും കുടിക്കില്ല. അതിരപ്പള്ളിയുടെ പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ പറയുന്നതിൽ നല്ലത് ആദ്യമായിട്ട് വന്ന നമ്മുടെ സേതു പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ് അതിരപ്പള്ളിയെ പറ്റി? പ്ലാൻ അല്ല, ഇതിനെ
വളരെ അൺഎക്സ്പെക്റ്റഡായിരുന്നു. അതാ അത് നമ്മുടെ വീഡിയോയിൽ പൊതുമയുള്ള കാര്യമല്ല, എല്ലാവർക്കും അറിയാനുള്ള സംഭവമാണ്. ഞാൻ പറയട്ടെ, അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടാണ് വരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എന്താ അടിപൊളി. മഴക്കാലം കൊണ്ട് കുറച്ചുകൂടെ വെള്ളമുള്ളതായി തോന്നുന്നു. ഞാൻ ജാനുവരി ഫെബ്രുവരി ആ സമയത്ത് വരാമെന്ന് വെച്ചാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ഭയങ്കര അതെ അതെ ഹായ് ഗൈസ്, സത്യം നമ്മളിതാ ഓൾമോസ്റ്റ് മേളിൽ എത്തിയിട്ടുണ്ട്. എത്തും. 2 ഹെയർപിൻ കൂടി ഉണ്ട്. എന്ത് ചെയ്താൽ എത്തിയതാണ് ഞങ്ങൾ വഴിയിലൊന്നും കണ്ടിട്ടില്ല. എത്തി കാണണം. അല്ല നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഹായ്. ഞങ്ങളിവിടെ എത്തി. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ അല്ല നിന്റെ ശ്വാസം എന്താ? ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്നു. ഇരുന്നൊന്നുമില്ല. പാട്ട് വെച്ചിട്ട് പോകുന്നു. ഞങ്ങള് പാട്ടൊക്കെ കേട്ട് പതിയെ ഞാൻ ഒറ്റടിക്ക് കയറുന്നല്ലേ. നീ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളല്ലല്ലോ. അതെ, ഞങ്ങൾ ആവശ്യമില്ലാത്ത വള്ളി വയ്യാ വേലികളെ സ്വന്തമായിട്ട് തലയിൽ വെക്കുകയും ചെയ്യും. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എത്ര പേരെ ഇടിച്ചിട്ട്? ആരും ഇടിച്ചിട്ടൊന്നുമില്ല. കുറെ പേര് ഇരിക്കുന്നത് മാറും. വെള്ളം കുടിച്ചു എന്തായാലും വെള്ളമാണ് നമുക്ക് കൊടു. ഇവിടെ ഇരിക്കാം. കാണില്ല. ഇരുന്നോ ഇരിക്കണം, നല്ലതാ. സംഭവം എന്ന് വെച്ചാൽ നമ്മളിതാ തിരിച്ച് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കഴിഞ്ഞ് നടന്ന് മുകളിൽ കയറി ട്രക്കിങ് കഴിഞ്ഞു. റെസ്റ്റ് എടുത്തു, കുറച്ച് നേരം അങ്ങനെ കുത്തിയിരുന്നു. ഇപ്പോൾ അതേ കുറച്ച് നേരം ഇരുന്ന് വെച്ചല്ല. സംഭവം എന്ന് വെച്ചാൽ വെളിയിൽ നമുക്ക് ഈ കുപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് 20 രൂപയാണ്. ഇവിടെ നമ്മൾ ആദ്യം 30 രൂപ കൊടുക്കും. 30 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക് നിരോധന മേഖല ആയതുകൊണ്ട് കുപ്പി നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് 10 രൂപ തിരിച്ചു കിട്ടും. അതായത് ഈ 30 രൂപ കുപ്പിക്ക് മേടിക്കുമല്ലോ, അതിൽ 10 രൂപ എന്ന് പറഞ്ഞ കുപ്പി തിരിച്ചു കൊടുക്കുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. അങ്ങനെതാ നമ്മൾ മിസ്സസ് മാളവിക പോല്ല. മഴ പെയ്യുന്നു കേട്ടോ ഗൈസ്. കുപ്പി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻട്രൻസിന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ചേച്ചിമാരടുത്ത് കുപ്പി കൊടുക്കണം. അപ്പോൾ അവർ 2 കുപ്പിക്ക് 20 രൂപ. നമ്മളെ 10 രൂപ റിട്ടേണിങ് തരും. വേ ഔട്ട് 20 rupees വിഡ്രോൾ. മഴയില്ല, നല്ല വെയിലാന്നുള്ള പരാതി ഞങ്ങൾക്ക് തീർത്തു തന്നിട്ടുണ്ട്. ഇതാ ഞങ്ങളൊന്ന് നനയ്ക്കാൻ വേണ്ടിയും ഞങ്ങളൊന്ന് റെയിൻകോട്ട് ഇടാൻ വേണ്ടിയും നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. അങ്ങനെതാ ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിടുന്ന